ആ ടീം LDF എന്താണ് എന്നതാണ്. കേരളത്തെ വരുന്ന ലോക്സഭയിൽ പ്രതിനിധാനം ചെയ്യേണ്ടത് എങ്ങനെയുള്ള ടീം ആണ് എന്ന ഒരു തെരഞ്ഞെടുപ്പാണ് LDF നടത്തിയിരിക്കുന്നത് എന്നത് വളരെ പ്രസക്തമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു ടീം നോക്കൂ സിജു, ഒരു കർഷക തൊഴിലാളി നേതാവ്, CPIM-ൻ്റെ PB അംഗം തന്നെയായ വിജയരാഘവൻ അടിസ്ഥാനപരമായിട്ടൊരു കർഷക തൊഴിലാളി നേതാവാണ്. അഖിലേന്ത്യാ തലത്തിലുള്ള ഒരു കർഷക തൊഴിലാളി നേതാവ് ഇതുപോലെ കാർഷിക പ്രശ്നം സജീവമായൊരു കാലത്ത് ഈ ടീമിനെ നയിക്കാനെത്തുന്നു. ഒരു തൊഴിലാളി നേതാവ്, അക്കാദമീഷ്യന്മാർ, പിന്നെ ജനനേതാക്കൾ, ഒരു വിദ്യാർത്ഥി നേതാവ്, വനിതാ നേതാവ്, ഒരു അധ്യാപിക, കലാകാരൻ, അങ്ങനെ അടങ്ങിയൊരു ടീം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് ആ ലോക്സഭയുടെ ചേരുവ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്ത് തരത്തിലുള്ള ലോക്സഭയാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് പറയാനാവില്ല. ഒരു പക്ഷേ ഈ മോദിയെ പരാജയപ്പെടുത്തുന്ന ഒരു രാഷ്ട്രീയ പരീക്ഷണത്തിലേക്ക് ഇന്ത്യ എത്തിച്ചേർന്നേക്കാം. ആ പരീക്ഷണത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്നൊരു ടീം. ഒരു പക്ഷേ മോദി ഏതെങ്കിലും തരത്തിൽ തുടരാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയവും കേരളത്തിൻ്റെ ആവശ്യങ്ങളും ഉയർത്തിപ്പിടിക്കാൻ പോകുന്നൊരു ടീം, അത്തരത്തിലുള്ള ടീം കേരളം എന്താണ് എന്ന കൺസെപ്റ്റ് ഇതിൻ്റെ പിറകിൽ ഉണ്ട് എന്നാണ് ആദ്യം എനിക്ക് തോന്നുന്ന ഒരു നിരീക്ഷണം.